സാറേ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് മജു നേരിപ്പുറത്ത്. ഞാൻ തുരുത്തിന്നതാണ്. താങ്കളും ഡോക്ടറാണ്? അല്ല, ഞാൻ ഇവിടുത്തെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മാനേജർ. ഞാൻ പ്രീ ഡിഗ്രി 89 പാസ് ഔട്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി മംഗലാപുരത്ത് പഠിച്ചു. ഞാനും എൻ്റെ വൈഫ് സിമ്പിളും മോനും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വൈഫ്. ഹലോ, എന്റെ വീട് കുറവലങ്ങാട് മറ്റത്തിൽ. കല്യാണം കഴിച്ചത് ചങ്ങനാശ്ശേരി ഓക്കെ ആണോ? ആ, പിന്നെ ചങ്ങനാശ്ശേരി അടിപൊളി സ്ഥലമാണ്. എന്റെ പ്രോപ്പർ കുര്യനാട് മറ്റത്തിലാണ്. എന്റെ വീട് കറേച്ചാണ്. ഇന്നലെ വന്നില്ലല്ലോ വൈകിട്ട്? പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് ജെയിംസ് എബ്രഹാം. 1980 SB കോളേജിൽ നിന്ന് ഫിസിക്സിൽ MSc എടുത്തു. അതേ വർഷം തന്നെ SB കോളേജിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. ഏകദേശം ഒരു ഡെക്കേഡ് SB കോളേജിൽ അധ്യാപകനായിരുന്നു. അതിനുശേഷം 89 അവസാനം അമേരിക്കയിലേക്ക് വന്നു. ഇവിടെ വന്ന് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ശേഷം AT&T ബെൽ ലാബറട്ടറീസിലാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. AT&T ബെൽ ലാബറട്ടറീസിൽ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ലൂസൻ ടെക്നോളജീസ്, ആൽക്കട്ടൽ ലൂസന്റെ അവസാനം നോക്കിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നോക്കിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യകാല പ്രസിഡന്റിൽ ഒരാളാണ് ഈ ലോക്കൽ ചാപ്റ്ററിന്റെ, ഷിക്കാഗോ ചാപ്റ്ററിന്റെ ആദ്യകാല പ്രസിഡന്റാണ്. വളരെ സജീവമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ചിക്കാഗോ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇനിഷ്യേറ്റ് ചെയ്താണ് ഇതുപോലെ ഒരു നാഷണൽ കൺവെൻഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവരതിനകത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. ഇത്ര ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ നടത്തുന്നതിന് വേണ്ടി അവരുടെ ഹാർഡ് വർക്ക് ശരിക്കും അഭിനന്ദനീയമാണ്. താങ്ക് യു. SBയിലെ എഡ്യൂക്കേഷൻ and teaching, how that shaped your career? ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പുതിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം SBയിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവിടെ വന്ന് ഒരു ഹയർ സ്റ്റഡീസിന് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം വളരെ പ്രയാസം കുറഞ്ഞ്, വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ് ചെയ്യാൻ സാധിച്ചതിന്റെ പ്രധാന കാരണം സെന്റ് ബർക്ക്മാൻസിലെ വിദ്യാർത്ഥി എന്ന നിലയിലും പിന്നീട് അധ്യാപകൻ എന്ന നിലയിലും തുടർച്ചയായിട്ടുള്ള പഠനം കൊണ്ടാണ് അത് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. SBയിൽ 7 വർഷം പഠിച്ചു. ഏകദേശം 9-10 വർഷം SB കോളേജിൽ അതെ 10-20 വർഷത്തെ ബന്ധം അവിടുത്തെ മണ്ണിനോടും പുല്ലിനോടും ഡിപ്പാർട്ട്മെന്റിനോടും എല്ലാം ഉണ്ട്. SBയില് സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതിന്റെ എന്തെങ്കിലും അത്ലറ്റ്? ഇല്ല, ആർട്സിലല്ല, അതൊന്നും അല്ല. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പുസ്തകം പുഴുവെന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇല്ല. താല്പര്യപ്പെടുന്നുണ്ടോ? എന്തോ എഴുതാൻ താല്പര്യപ്പെടുന്നു? റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരു ചെറിയ ബുക്ക് എഴുതണമെന്ന് ആഗ്രഹം. എങ്ങനെയാ ഫിസിക്സിലോട്ട്? ഫിസിക്സ് ഇഷ്ടമായിരുന്നു. ഫിസിക്സ്, മാത്സും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അന്നത്തെ കാലത്ത് ഫിസിക്സിനാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു. പക്ഷെ മാത്സ് ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്ട്. കെമിസ്ട്രി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എങ്കിലും ഫിസിക്സിലാണ് മാസ്റ്റേഴ്സ്. ഫാമിലി, ഭാര്യ എടത്വയാണ്, പട്ടത്താനമാണ്. അവർ 3 മക്കളാണുള്ളത്. ഒരാൾ കല്യാണം കഴിച്ചു, മറ്റൊരു ചെയ്തില്ല. 3 പേരും ജോലിയാണ്. പേര് ഷാജി ജോസഫ്. സ്ഥലം നാട്ടിലെ പൈപ്പാടാണ്. SBയിലെ 87 വരെ MSc ഫിസിക്സ് ആയിരുന്നു മേജർ. സാറ് 7 വർഷം SBയിലായിരുന്നു? 7 വർഷം ഡേ സ്കോളർ ആയിരുന്നു. 7 വർഷം. അതെ. ഏത് ഇയറിലെ MSc കഴിഞ്ഞു? 87. ഞാൻ 76-78 പ്രീ ഡിഗ്രി. മേ ബി സാറ് ജൂനിയറാ. അതെ. മമ്മ നാട് എവിടെയാ ചേച്ചി? എവിടെയാ പത്തനംതിട്ട? പഠിച്ചൊക്കെ? കാത്തലിക് യൂണിവേഴ്സിറ്റി BSc. അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗിന് പോയി. എവിടെ? ബെസേലിയസ് മെഡിക്കൽ മിഷൻ. ഇതെവിടെയാണ്? അത് കോതമംഗലം.
അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പോകുന്നു. അങ്ങനെ അമേരിക്ക വന്നു. അമേരിക്ക ആന്റി വഴി വന്നു. ഇവിടെ വന്ന് റെസ്പിറേറ്ററി സ്കൂൾ പഠിച്ചു. ആറിന് കഴിഞ്ഞ് അല്ല, RN ഫിനിഷ് ചെയ്യുന്നില്ലായിരുന്നു. സാറിന് ഇങ്ങനെ നാട്ടിൽ നിന്ന് അലയൻസ് വന്നു. ഞാൻ ഇവിടുന്ന് പോയി കല്യാണം കഴിച്ചു. ഫിസിക്സ് തന്നെ വേണമായിരുന്നു. സാർ എന്ത് ചെയ്തു അവസാനം? ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്ന് ഞാൻ ആദ്യമേ കമ്പ്യൂട്ടർ സയൻസ് മേജറായിരുന്നു. ഒരു 1.5 വർഷത്തോളം IT ജോബായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇപ്പം ടീച്ചറാണ്, ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഏത് ഇതിലാണ്? ഏത് IS ഏത്? ഷിക്കാഗോയിൽ തന്നെ. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? റെസ്പെക്ടർ തന്നെയാണ് ഷിക്കാഗോ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? കല്യാണം കഴിച്ചു. ഒരാള് കോളേജിൽ. സാറിൻ്റെ ഇവിടെ സീറോ മലബാറിലാണോ? നാട്ടിലെ ഓർത്തഡോക്സ് ആണ്. എങ്ങനെ മനസ്സിലായി?